സുരേഷ്, എന്താ ഇവിടെ ചെയ്യുന്നേ? ഇന്ന് മദേഴ്സ് ഡേ. ഞാൻ അമ്മയെ വിഷ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇതാണ് നിന്റെ അമ്മ? അങ്ങനെയാ ഞാനും കേട്ടുള്ളത്. എന്തേ പറയുന്നേ? കുഞ്ഞുനാളിൽ ഫോട്ടോ കാണിച്ചപ്പോ ഇതാണോ അമ്മയെന്ന് ഞാൻ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അമ്മയെ കാണാൻ ഫോട്ടോ എങ്കിലും ഉണ്ട്. അച്ഛൻ്റെ ആണെങ്കിൽ അതുമില്ല. ഇപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ. ഇനി ഒരിക്കലും ആരെയും എന്നെ പോലെ അനാഥരാക്കരുതെന്ന്. അതിങ്ങി തന്നെ. മുത്തച്ഛ, ഇന്നത്തെ വീടാകെ ഒരു അലങ്കാരം. എന്തെങ്കിലും വിശേഷമുണ്ടോ? പ്രാർത്ഥന. എന്താ? സുമംഗലി പ്രാർത്ഥനയാണ് മോനെ. ഈ നാട്ടിലെ അമ്പലത്തിലെ കൊടി കയറിയാലും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ആഘോഷമായിട്ട് തന്നെ കൊടി കയറും. ഉത്സവം പോലെ തന്നെ ആൾക്കാരുടെ ബഹളമായിരിക്കും. ആ ഉത്സവം അവിടെ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ മരിച്ചുപോയ സുമംഗലികൾക്ക് വേണ്ടി പൂജ ചെയ്യാൻ പോവുകയാണ് മോനെ. ഇതെന്റെ അമ്മ. പേര് വിശാലാക്ഷി അമ്മ. 92 വയസ്സ് വരെ ആരോഗ്യത്തോടെയും സുമംഗലിയായിട്ടും ജീവിച്ചാ പോയത്. ഇതെന്റെ ചെറിയമ്മ സരസ്വതിയമ്മ. ചെറുപ്രായത്തില് സുമംഗലിയായി ഞങ്ങളെ വിട്ടുപോയി. പിന്നെ ഇത് ഞങ്ങളുടെ ചെറുമുത്തച്ഛൻ്റെ ഭാര്യ. പേര് മണിയമ്മ. നന്നായിട്ട് പാടുമായിരുന്നു. അമ്മ, ഇവളും എൻ്റെ മോളെപ്പോലെ തന്നെ ആയിരുന്നു. മോളെ കൗസല്യേ, ഇപ്പൊ സന്തോഷമായില്ലേ? എടി തന്നെ ഒന്ന് വേഗം വാ. മോനും വാ. ഭഗവാനെ, എന്തിനാ മോന്റെ കണ്ണു നിറഞ്ഞേ? നിനക്കാരുമില്ലെന്നുള്ള വിഷമമായിരിക്കും. എല്ലാത്തിനും കാരണം മനസ്സാ. ഇനി ആരെങ്കിലും നിന്നോട് നിന്റെ മുത്തശ്ശൻ ആരാണെന്ന് ചോദിച്ചാ എന്നെ കാണിച്ചോളൂ മോനെ. ഇനി മുതല് ഇവളെ ശങ്കറിന്റെ അമ്മയെന്ന് വിളിക്കണ്ട, അമ്മേന്ന് തന്നെ വിളിക്കണം. ഇവളെ കാണിച്ചുകൊണ്ട് പറയണം ഇവളാണ് നിന്റെ മുത്തശ്ശിന്ന്. അതെ മോനെ. അത് മാത്രമല്ല, ഇവൻ ശങ്കറിന് മാത്രമല്ല നിന്റെയും ചെറുമുത്തച്ഛൻ തന്നെയാ. ഇവിടെയുള്ളവരെല്ലാം നിന്റെ ബന്ധുക്കളാ. ഇത് നിന്റെയും വീടാ മോനെ. ഇപ്പൊ സന്തോഷായില്ലേ? ഇനിയിപ്പോ നിന്റെ അമ്മയ്ക്കും സന്തോഷാവില്ലേ? ഇത് ടൗൺ അല്ല, ഗ്രാമം. ഈ കുടുംബത്തിനെ പറ്റി അറിഞ്ഞിട്ടും എന്ത് ധൈര്യമാണ്! നമ്മുടെ അന്തസ്സിനെ പറ്റിയ കാര്യമാണോ ഇതൊക്കെ? എവിടെയാ വന്നിരിക്കുന്നത്, എന്തിനാ വന്നിരിക്കുന്നത് എന്നൊരു ചിന്തയെങ്കിലും വേണ്ടേ? ഡാ, വണ്ടി ഏർപ്പാടാക്കാൻ പറ. അവനോട് പോകാൻ പറ. അരമണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് പൊയ്ക്കോണം. അതിന് 1 മിനിറ്റ് കൂടിയാ പോലും നല്ല മുഹൂർത്തം കടന്നു പോകും. അതിനു മുമ്പ് കൗസല്യയുടെ അച്ഛനെ കണ്ട് വേഗം കല്യാണം ഉറപ്പിക്കണം. മുത്തശ്ശ, ഞാൻ പേടിച്ചു പോയി മുത്തശ്ശ. പ്രേമിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എന്റെ പേരക്കുട്ടി പ്രേമിച്ചാൽ അതെനിക്കിഷ്ടം തന്നെയാണ്.
എന്താ സുരേഷ്, ഭയന്നു പോയോ? ഒരു തമാശക്ക് പറഞ്ഞതാ. ചേട്ടാ, ഹലോ സുരേഷ്, നീ എന്താ ഇവിടെ? ഫ്രണ്ടിൽ നാടാ ഉത്സവം കൂടാൻ വേണ്ടി വന്നതാ. ആ ചേട്ടൻ എന്താ ഇവിടെ? ഇവിടെ അടുത്തൊരു ചടങ്ങിന് വേണ്ടി വന്നതാ. ചുളിവിന് ഈ വണ്ടി കിട്ടി, സംസാരിച്ചങ്ങ് ഉറപ്പിച്ചു. നീ വണ്ടി ഒന്ന് നോക്കിക്കേ. എത്രയാ വില? 1.25 ലക്ഷം രൂപയായി. മോഡലോ? 98 മോഡല്. ഇസസ് എഞ്ചിനാ? നീ തന്നെ അതൊന്ന് നോക്കിക്കേ. ടിങ്കറിങ്ങിന്റെ പണി ചെയ്യാനുണ്ട്. ആ 2 ടയറും പോയി. ശരി. എഞ്ചിൻ ഓക്കെ. ഒരു 70-75 കൊടുക്കേണ്ട സ്ഥലത്ത് 1.25 ലക്ഷമൊക്കെ വളരെ കൂടുതലാ. എന്ത് പറയാനാ? എന്താ മോനെ സുരേഷ് നീ അങ്ങനെ പറയുന്നേ? അഡ്വാൻസ് വരെ ഞാൻ കൊടുത്തതാ. പോയി അഡ്വാൻസ് തിരികെ വാങ്ങിയേക്ക്. ആ